ഹായ് ഹലോ, ഇന്ന് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് പോയ വിനോദയാത്രയുടെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. രാവിലെ 4:30 മണിക്ക് നമ്മൾ സ്കൂളിൽ നിന്ന് പുറപ്പെട്ടു. 2 വണ്ടിയിലായാണ് പോയത്. ഞങ്ങൾ വാഗമണ്ണിലേക്കാണ് പോയത്. വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് ഹാപ്പി ആയിട്ടാണ് നമ്മൾ പോയത്. പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അമ്മയും അനിയനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതിലാ പൂക്കളുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്നതാണ് എൻ്റെ അമ്മ. അടുത്തിരുന്നത് എൻ്റെ ടീച്ചർമാരാണ്. കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഇത് 2ാമത്തെ വണ്ടിയിലുണ്ടായിരുന്ന ടീച്ചേഴ്സും ഫ്രണ്ട്സുമാണ്. അവരുടെ കുറച്ച് ഫോട്ടോസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പോകുന്ന വഴിയിൽ നല്ല നല്ല കാഴ്ചകൾ കണ്ടു. ഹൈ റേഞ്ച് കയറി തുടങ്ങിയപ്പോൾ കുറേ തേയിലത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങി. പോകുന്ന വഴി തേയിലത്തോട്ടവും ഏലത്തോട്ടവും ഒക്കെ കണ്ടായിരുന്നു. ഞാൻ ആദ്യമായാണ് വാഗമൺ പോകുന്നത്. ആദ്യം ഞങ്ങൾ തങ്ങൾപ്പാറയിലേക്കാണ് പോയത്. എല്ലാവരും വലിയ ആവേശത്തിലാണ് തങ്ങൾപ്പാറ കയറാൻ തുടങ്ങിയത്. ഈ നിൽക്കുന്നതാണ് റാഷിദ് സാർ. എന്നെ സംസ്കൃതം പഠിപ്പിക്കുന്ന സാറാണ്. അവിടെ ഭയങ്കര കാറ്റായിരുന്നു. പകുതിയോളം ചെന്നപ്പോൾ മുകളിലേക്ക് കയറാൻ ഭയങ്കര പാടായിരുന്നു. അനിയൻ്റെ ചെരുപ്പും തൊപ്പിയൊക്കെ കാറ്റെടുത്തുകൊണ്ട് പോയി. റാഷിദ് സാർ അത് ഓടി നടന്നെടുത്തു തന്നു. ഇതിൽ നടന്നു പോകുന്നത് എൻ്റെ അമ്മയുടെ നിഴലാണ്. അമ്മ വലുതായി ഫോട്ടോ ഒന്നും എടുത്തില്ല. അവിടെ നിന്ന് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു. അവിടെ നിന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും അനിയനുമായിട്ട് ഫോട്ടോ എടുത്തു. കാറ്റായതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ വലിയ പാടായിരുന്നു. അടുത്തത് നമ്മൾ പോയത് മൊട്ടക്കുന്നിലേക്കാണ്. കുറച്ച് പേരൊക്കെ ക്ഷീണിച്ചിരിപ്പായിരുന്നു. ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ മൊട്ടക്കുന്നിലെത്തി. അവിടെ നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും കാറ്റുള്ളതുകൊണ്ട് ചൂടറിഞ്ഞില്ല. അവിടെ നിന്ന് നമ്മൾ സിപ്പ് ലൈനിൻ്റെ അടുത്തേക്കൊക്കെ പോയി. എൻ്റെ ദീപ്കല ടീച്ചർ സിപ്പ് ലൈനിൽ കയറിയിരുന്നു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് വേറെ ആരുടെയോ ആണ്. അവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടു നിന്നതേ ഉള്ളൂ, കയറിയില്ല. കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോകളൊക്കെ എടുത്തു. ഞാൻ 6ാം ക്ലാസ്സിലും എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം 5ാം ക്ലാസ്സിലാണ് കേട്ടോ. ഞങ്ങളെല്ലാം വലിയ കൂട്ടാണ്. മുട്ടക്കുന്നിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ആ ഹോട്ടലിലൊരു പാർക്കുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ കളിച്ചു. പിന്നീട് നമ്മൾ പൈൻ ഫോറസ്റ്റിലെത്തി. കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പൈൻ ഫോറസ്റ്റിൻ്റെ മുകളിൽ കയറി. ഞാനവിടെ ചെന്നോണ്ട് എൻ്റെ ജേണലിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അവിടെ കുറച്ച് പേർ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. പൈൻ ഫോറസ്റ്റിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ നല്ല പാടായിരുന്നു. കുറച്ച് പേരൊക്കെ അവിടെ വീഴുകയും ചെയ്തു. ഇത് 7ാം ക്ലാസ്സിലെ ചേച്ചിമാരാണ്. അവർ റീലെടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. എൻ്റെ അനിയൻ ലിയോ എനിക്ക് ജേണലിൽ ഒട്ടിക്കാനായിട്ട് നല്ലൊരു പൈൻ കോൺ എടുത്തു തന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മളെല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. അവിടെ പശുക്കളെയും കാളകളെയൊക്കെ അഴിച്ചു വിട്ടാണ് വളർത്തുന്നത്. നമ്മുടെ കൂടെ ഒരെണ്ണം നടന്നു വന്നു. എല്ലാവരും ഒന്ന് പേടിച്ച്. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെ നിന്ന് നമ്മൾ പരുന്തുംപാറയിലേക്കാണ് പോയത്. അന്നവിടെ ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു. വണ്ടി ഒരുപാട് നേരം ബ്ലോക്കിൽ പെട്ടുപോയി. പുറത്തെ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ബ്ലോക്കിൽ പെട്ടത് കാരണം ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പരുന്തുംപാറ കൂടുതൽ നേരം നിൽക്കണമെന്ന് തീരുമാനിച്ചു. അവിടെ ചെറുതായിട്ട് കോട ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഈ ഫോട്ടോയിൽ നിൽക്കുന്ന ടീച്ചറാണ് എൻ്റെ ദീപ്കല ടീച്ചർ. ടൂറിന് വന്ന ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോയാണിത്. ഇതിൽ അവസാനം നിൽക്കുന്നതാണ് എൻ്റെ HM നൗഷാദ് സാറ്. പരുന്തുംപാറയുടെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ പോയുള്ളൂ. തിരിച്ചു വരുവാൻ ലേറ്റാവുമെന്ന് കരുതി നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു. വണ്ടിയിലിരുന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. പിന്നെ കുറച്ച് ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു. എല്ലാവരും എൻജോയ് ചെയ്തു.
വരുന്ന വഴിക്ക് ബസ്സിൽ സിനിമയൊക്കെ കണ്ട് നമ്മൾ സ്കൂളിൽ തിരിച്ചെത്തി.